അന്തർദേശീയ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കായി ഇമിഗ്രേഷൻ സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി ജർമ്മനി. അന്താരാഷ്ട്ര പ്രതിഭകളെ സ്വാഗതം ചെയ്തും വിദേശ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ കരിയർ കെട്ടിപ്പടുക്കാൻ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും തൊഴിൽ വിപണിയിലെ വിടവുകൾ പരിഹരിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ജർമ്മനി. കൂടാതെ ഇതുവഴി വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിലേക്ക് പോകാനും അവരുടെ കുടുംബാംഗങ്ങളുമായി സ്ഥിരതാമസമാക്കാനും എളുപ്പമാക്കുന്ന പ്രക്രിയ ലളിതമാക്കുക എന്നതുകൊണ്ടാണ് ഈ പരിഷ്കാരങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2025 പുതുക്കിയ ഇമിഗ്രേഷൻ ചട്ടക്കൂടിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന ആമുഖം ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഒരു ജോലി ഓഫർ ആവശ്യമില്ലാതെ തന്നെ തൊഴിലാളികളെ ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ വിസ ഓപ്ഷനാണ് ഇത്. കൂടാതെ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിലേക്ക് വരുന്നത് എളുപ്പമാക്കുന്നതിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നതിനും വിവിധ വ്യവസായങ്ങളിലെ പ്രതിഭകൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് നയമാറ്റം എന്നാണ് വ്യക്തമാക്കുന്നത്. ഇനി ജർമ്മനിയുടെ ഇമിഗ്രേഷൻ സംവിധാനത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാന അപ്ഡേറ്റുകളിൽ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള ഓപ്പർച്യൂണിറ്റി കാർഡ് ഉൾപ്പെടുന്നുണ്ട്. ഡാറ്റ് സ്കോളർഷിപ്പിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അതിൽ പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ പ്രവേശിക്കാനും 6 മാസം വരെ ജോലികൾക്കായി തിരയാനും അനുവദിക്കുന്നു. ജർമ്മനിയിൽ സ്ഥിര താമസമാക്കുന്ന വ്യക്തികൾക്ക് കരിയർ ഓപ്ഷനുകൾ കണ്ടെത്താനുള്ള എളുപ്പവഴി ഈ ഒരു പുതിയ നയത്തിലൂടെ നൽകുന്നു എന്നതും പ്രധാനമാണ്. കൂടാതെ ഇത് ഗുരുതരമായ തൊഴിൽ ദൗർലഭ്യം നികത്താൻ ജർമ്മനിയെ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കുടുംബ പുനരേകീകരണ പ്രക്രിയ ലളിതമാക്കാനായി വിദഗ്ധ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുവരാനും ഇത് അനുവദിക്കുകയും ഒപ്പം തന്നെ ഈ ഒരു മാറ്റം അന്താരാഷ്ട്ര പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ ദീർഘകാലത്തേക്ക് സ്ഥിരതാമസമാക്കുന്നതിന് കൂടുതൽ ആകർഷമാക്കുകയും ചെയ്യുന്നു. അതേസമയം നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാർഡിനുള്ള യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് അറിയാം. ജർമ്മനിയുടെ ഇമിഗ്രേഷൻ സമ്പ്രദായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്നാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാരണം അതിന്റെ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള വിസ അപേക്ഷകൾക്ക് ജോലി വാഗ്ദാനമില്ലാതെ തന്നെ ജർമ്മനിയിൽ പ്രവേശിക്കാൻ സാധിക്കും. കൂടാതെ ഇതുവഴി ജർമ്മനിയിൽ താമസിച്ചുകൊണ്ട് തൊഴിൽ കണ്ടെത്താനുള്ള അവസരം കൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യോഗ്യത നേടുന്നതിനായി അപേക്ഷകർ അംഗീകൃത യോഗ്യത അല്ലെങ്കിൽ അംഗീകാര പ്രക്രിയ നടക്കുന്നു എന്നതിന്റെ തെളിവ്, കുറഞ്ഞത് 2 വർഷത്തെ പ്രസക്തമായ പ്രവൃത്തി പരിചയം, ജോലി കണ്ടെത്താൻ പിന്തുണയ്ക്കുന്നതിന് മതിയായ ഫണ്ടിന്റെ തെളിവ് എന്നിവ ഉൾപ്പെടെ ചില മാനദണ്ഡങ്ങൾ ഇതിന് പാലിക്കേണ്ടതുണ്ട്. സമീപകാല ബിരുദധാരികൾ മുതൽ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകൾ വരെ വൈവിധ്യമാർന്ന വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായാണ് ഈ ഒരു പുതിയ സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കുടുംബ പുനരേകീകരണം, ഹ്രസ്വകാല തൊഴിലവസരങ്ങളും ഇതുവഴി സാധ്യമാണോ എന്ന് പരിശോധിക്കാം. ജർമ്മനിയുടെ പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ കുടുംബങ്ങൾക്ക് വിദഗ്ധ തൊഴിലാളികളിൽ ചേരുന്നത് എളുപ്പമാക്കുന്നു. കൂടാതെ പരിഷ്കരിച്ച സമ്പ്രദായത്തിന് കീഴിൽ കുടുംബ പുനരേകീകരണം ലളിതമാക്കുകയും വിദഗ്ധ തൊഴിലാളികളുടെ ജീവിത പങ്കാളികൾക്കും കുട്ടികൾക്കും ജർമ്മനിയിലേക്ക് പോകാനും ഇത് അനുവദിക്കുന്നു. കൂടാതെ ഈ ഒരു മാറ്റം യൂറോപ്പിൽ അവരുടെ കരിയറും ജീവിതവും കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയെ കൂടുതൽ ആകർഷമായ സ്ഥലമാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ദീർഘകാല ഇമിഗ്രേഷൻ പാതകൾക്ക് പുറമെ ഹ്രസ്വകാല തൊഴിൽ അനുമതികളും ജർമ്മനി അവതരിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിൽ ഉടനടി തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിന് 8 മാസം വരെ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഈ ഒരു നടപടി തൊഴിലുടമകളെ അനുവദിക്കുന്നു. കൂടാതെ ഹെൽത്ത് കെയർ, IT, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ തൊഴിൽ ക്ഷാമം നികത്താൻ ബുദ്ധിമുട്ട് നേരിടുന്ന വ്യവസായങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഒരു സംവിധാനം ലക്ഷ്യമിടുന്നു. അതേസമയം ഒരു ജർമ്മൻ തൊഴിൽ വിസയ്ക്ക് യോഗ്യനാണോ എന്ന് കണ്ടെത്തുന്നതിനായി എന്തൊക്കെ യോഗ്യതകൾ ആവശ്യമാണെന്നറിയാം. ജർമ്മനിയിലേക്ക് മാറുന്നത് പരിഗണിക്കുന്നവർക്ക് തൊഴിൽ വിസയ്ക്കോ ഓപ്പർച്യൂണിറ്റി കാർഡിനോ യോഗ്യനാണോ എന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിനായി നിലവിൽ ഒരു ഓൺലൈൻ യോഗ്യത ചെക്കർ ലഭ്യമാണ്. സാധ്യതയുള്ള അപേക്ഷകർ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വേഗത്തിൽ വിലയിരുത്താനും ഇതുവഴി അനുവദിക്കുന്നു. നിങ്ങൾ യോഗ്യത നിറവേറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനും ജർമ്മനിയിലെ തൊഴിലവസരങ്ങൾ കണ്ടെത്താനുമായി ഈ ഒരു പ്രോസസ്സിംഗ് ആരംഭിക്കാം.